ഹേയ് ഗായ്സ്, കഴിഞ്ഞ ദിവസത്തെ അന്നകടയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നിമോഷിൻ്റെ വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോക്കും ഒരു സീൻ തത്തേട്ടാ. കടിച്ച് പറിക്കേന്ന് പിടിച്ച് ഞാൻ ഫോണായിട്ട് എത്തിട്ടുണ്ടോട്ട് മറ്റേ 2-3 കൊത്തങ്ങോട്ട് കൊത്തി. സീനായിരുന്നു, അവൻ ഇങ്ങനെ ഇരുന്ന് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അരിയത്ത് നാക്ക് കാണുന്നത്. കുഞ്ഞു നാക്കായിരുന്നു തത്തറ, ഭയങ്കര ഒരു കുഞ്ഞു നാക്ക്. കൈ വെച്ചിട്ടൊക്കെ വെറുതെ സീനാണ് അവൻ. അങ്ങനെ വീട്ടിലത്തെ പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നായരമ്പ അമ്പലത്തിലോട്ട് പോയി. നായരമ്പല അമ്പലത്തിലായിരുന്നു കെട്ട്. അപ്പോൾ നിമോഷ് അവിടെ വന്ന് സിംഗിളും കപ്പിളും ഫാമിലി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ വെച്ച് അത്യാവശ്യം എടുക്കാനുള്ള ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ വെച്ച് ഞങ്ങൾ ചെയ്ത്. ഫാമിലി കുറേ പേരുണ്ട് കേട്ടോ. അവിടേക്ക് ആംബിയൻസ് ആയിരുന്നു. അതുപോലെ പൊടില്ല 2 കല്യാണം ഉണ്ടായിരുന്നു. ഒരെണ്ണം കഴിഞ്ഞ് 2ാമത്തെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ടോപ്പ് മോസ്റ്റിൻ്റെ അപ്പുറത്തായിരുന്നു ഈ റിസപ്ഷൻ പരിപാടി നടന്നു വെച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങാടി വന്ന് അവിടെ നമ്മുടെ ഒരു നാടൻ പാട്ടിൻ്റെ പരിപാടി. ചേട്ടന്മാർ വെറുതെ പൊള്ളി, ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ചവർ. അടിപൊളി നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി നാടൻ പാട്ട്. ചെറിയൊരു ഹോളായതുകൊണ്ട് തന്നെ ഇല്ലേ, വെറുതെ ഒന്നും പറയാനില്ല. അവർ വെറുതെ പൊള്ളിയായിട്ട് അറ്റൻഡ് ചെയ്ത്. കുറച്ചൊരു 5-6 ചേട്ടന്മാരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ BGM എന്തായാലും അവരുടെ പാട്ട് കാണാൻ കേൾക്കാൻ പറ്റും. കുറേ നേരം അത് കേട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ചെറിയൊരു പരിപാടിയാണെങ്കിൽ ഈ ഒരു പരിപാടിയൊക്കെ വരുമ്പില്ലേ ഫാമിലീസും എല്ലാവരും നല്ലോണം അറ്റൻഡ് ചെയ്ത് നല്ലൊരു എന്താ പറയുക, ഒരു കല്യാണ പരിപാടിയൊക്കെ ഒരു പൊളിയാക്കി എടുക്കാനായിട്ട് ധാരാളമാണ് ഇവരുടെ പരിപാടി. എവിടുത്തെ ടീമാണെന്നൊന്നും ഞാൻ ചോദിച്ചൊന്നുമില്ല, പക്ഷെ ഞാനും കുറേ നേരം കേട്ടിരുന്നു. നല്ല വെറുതെ കിടുക്കാച്ച് പരിപാടി. ഭയങ്കര ഒരു ആംബിയൻസും എല്ലാവരും കൂടി അവരിക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ചെക്കനെയും പെണ്ണിനെയും ഹാപ്പിയാക്കി അവരുടെ ഫാമിലിയും എല്ലാവരും കൂടി അതിൽ ഇൻക്ലൂഡായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇവിടുത്തെ പൊളിയായിരുന്നു കേട്ടോ. എവിടുത്തെ ടീമായിരുന്നെന്ന് അറിയില്ല. ഇത് നായരമ്പലത്തെ ക്ലൈൻ്റായിരുന്നു, നിമോഷിൻ്റെ ക്ലൈൻ്റായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി പെണ്ണും ചെക്കനും എല്ലാവരും ഡാൻസ് കളിച്ച്. ചെക്കനൊക്കെ നല്ല മറ്റേ ഓൺ എന്ന് പറയല്ലേ. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡാൻസിൻ്റെ. അടിപൊളി ഡാൻസിൻ്റെ ആയിരുന്നു കേട്ടോ. ചെക്കനും പെണ്ണിൻ്റെയൊക്കെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞാൻ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ നേരെ ചെറായിലോട്ട് പോയിട്ടാ. ചെറായിലായിരുന്നു ചെക്കൻ്റെ വീട്. നിമോഷ് അപ്പോൾ അവർ ഇറങ്ങണ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ഉണ്ടായിരുന്നു ഡാൻസ് കഴിഞ്ഞില്ല. അവസാനം വരെ ഡാൻസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലൊന്ന് കയറി. അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുമ്പിൽ തന്നെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അവിടെ കയറി ഒരു ജീരസോടെ കുടിച്ച് കഴിഞ്ഞപ്പോഴേ ഒരു വല്ലാത്തൊരു സുഖം എന്ന് പറയാം. കുറേ നേരത്തെ വെയിലത്ത് നിന്നിട്ടേ എൻ്റെ അമ്മേ. അവിടെ നിന്ന് നേരെ സദ്യയൊക്കെ കഴിച്ച് നേരെ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് എനിക്ക് റിസപ്ഷന് പോയി. റിസപ്ഷൻ ഒരു 8-9 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി